ഹലോ ഗൈസ്, ഞങ്ങളെ ഉമ്മാൻ്റെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചതാണ്. മൈസൂരാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ 35 ആളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളും മക്കളും എല്ലാവരൊക്കെ ആയി 35 ആളുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് പോയി. നല്ല രസത്തിലായിരുന്നു. കുട്ടികളൊക്കെ നല്ല ആവേശത്തിലായിരുന്നു. ഞങ്ങളങ്ങനെ പോയി. എല്ലാവരും കുറേയൊക്കെ എണീറ്റ് രാവിലെ ആയപ്പോൾ മൈസൂർ ചർച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ചർച്ചിലേക്ക് പോവുകയായിരുന്നു. നല്ല ഡാൻസ് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ആവേശത്തിലായിരുന്നു. ഒരാദ്യ ട്രിപ്പാണ്, ഞങ്ങളെ ഫാമിലി ആയിട്ടുള്ള ആദ്യ ട്രിപ്പാണ്. അങ്ങനെ ചർച്ചിലെത്തി. ചർച്ച് അങ്ങനെ കണ്ട് എല്ലാവരും ഉള്ളിലൊക്കെ കയറി പുറത്തുനിന്നൊക്കെ വീക്ഷിച്ചു. ഉള്ളിൽ നല്ല കുർബാനയൊക്കെ നടന്നിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ വീക്ഷിച്ച് കണ്ടു പോന്ന് നേരെ മൈസൂർ പാലസിലേക്ക് പോയി. മൈസൂർ പാലസ് കയറുമ്പോൾ തന്നെ നല്ല കാഴ്ചകളല്ലേ. ഗാർഡനും മൈസൂർ പാലസിൻ്റെ ഭംഗി കണ്ട് കുട്ടികളും നമ്മളൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ പോയത് ശനിയാഴ്ചയാണ്. നല്ല ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. നല്ല ആളുകളുണ്ട്. പലയിടത്തു നിന്ന് വന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല തിരക്കായിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ കിട്ടാൻ വഴുകി, അതിനുള്ളിൽ കയറാനും വഴുകി. നമ്മളെ ടൈമിങ്ങൊക്കെ തെറ്റിയിരുന്നു. നമ്മൾ ബസ് ഡ്രൈവറൊക്കെ പറഞ്ഞിരുന്നു കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാതും കാണാം എന്നൊക്കെ. ഞങ്ങൾക്കത് സാധിച്ചില്ല. കാരണം കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്കതിനൊന്നും സാധിച്ചില്ല. നമ്മുടെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, ജോഹർ. അവനുണ്ടാവുകൊണ്ട് നമുക്ക് നല്ലൊരു നേരം പോക്കായിരുന്നു. നല്ല സംസാരം എന്ന് പറഞ്ഞാൽ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. നല്ല കാഴ്ചകൾ കാണാൻ ഭംഗിയുള്ള നല്ല രസമുള്ള ഒരുപാട് കുത്തിവെച്ച കല്ലുകളും സ്റ്റിക്കർ വർക്ക് പോലെ പെയിൻറ്റിങ്ങും നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ ഓരോ ഹാളാണിത്. നല്ല ഫില്ലറുകൾ, അടിപൊളി സംഭവമൊക്കെ കാണാൻ നല്ല ഉഷാറാട്ടോ. നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനു പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാരണന്മാരും കാരണവത്തികളും ഉണ്ട് ഇതിൽ. ആരാ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ കണ്ടുപോരാന്നല്ലാണ്ട് മരത്തിൽ കുത്തിവെച്ച നല്ല അടിപൊളി ഇതിൻ്റെ സീലിങ്, കസേരകൾ, രാജാവിരുന്ന രാജ്ഞിയുടെ കസേരകൾ എല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അതിങ്ങനെ ഇങ്ങനെ രസിച്ച് പോകണം. ഇതാണ് അതിൻ്റെ നടുമുറ്റം, പാലസിൻ്റെ നടുമുറ്റം. നല്ല രസമാണ് കാണാൻ. എന്തായാലും അടിപൊളി നല്ല ഭംഗിയിൽ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് പോയിൽ കാര്യപ്പെട്ടത് ഇതൊക്കെ തന്നെ കേട്ടോ. മൈസൂർ എല്ലാവരും പറയാറുണ്ട് മൈസൂർ പോകുന്നത് കാണാനില്ല. ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. അതെല്ലാവർക്കും പറ്റിക്കൊള്ളൊന്നുമില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും 3-ാം തവണയാണ് പോകുന്നത്. പക്ഷേ ഫാമിലിയിലോട്ടൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മൈസൂരിലോട്ടൊക്കെ പോകുന്ന ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഫാമിലി. നല്ല രസമായിരുന്നു എന്തായാലും ട്രിപ്പൊക്കെ. അതിനിടയിൽ നമ്മൾ കൂട്ടം തെറ്റി ഒരാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു. അവരെ തെരച്ചിലും എല്ലാമായിട്ട് അങ്ങനെ നടന്നതിനുള്ളിലൊക്കെ കയറി ഫുള്ള് കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റായി അവിടെ. കാരണം തിരക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെ എല്ലാവരും അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഞങ്ങൾ മൃഗശാലയിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ മൃഗശാലയിലേക്ക് വണ്ടി കയറി. അങ്ങനെ മൃഗശാലയിലെത്തി ഒരുപാട് പക്ഷികളും ഒരു വെറൈറ്റി പക്ഷികളും കൊക്കുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസിനെ കണ്ട്. കുട്ടികൾക്ക് നല്ല രസമായിരുന്നു. നമുക്കും നല്ല രസമുണ്ട് കാണാൻ. ഒരുപാടായി കണ്ടിട്ട്. മുമ്പ് പോയപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ഫാമിലിയോടൊക്കെ പോകുമ്പോൾ അത് വേറൊരു ഫീലാണല്ലോ. എന്തായാലും നല്ല രസമായിരുന്നു. എല്ലാവരും മൃഗശാലയിൽ എല്ലാവരും കയറി എല്ലാം കണ്ടുകൊണ്ടിരുന്നു. മൃഗങ്ങളെയും കണ്ടുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ നോക്കിക്കോളൂ. സംഗതിയൊക്കെ അടിപൊളിയാണ്. നമ്മളെക്കാൾ കൗതുകം കുട്ടികൾക്കാണല്ലോ. അവർ കണ്ട് അവർക്ക് ഭയങ്കര ആവേശമായിരുന്നു. ചീറ്റയ്ക്ക് എന്തായിരുന്നു വരവ് നമ്മളെ കാണുമ്പോൾ. കുട്ടികളെ ആവേശമാണ് മെയിൻ. കുട്ടികളെ നോക്കി നമ്മൾ ചിലപ്പോൾ ഒരു ഭാഗത്തേക്കാവും. ഇവൻ ഒരുപാട് അഭ്യാസങ്ങൾ കാട്ടി, ചാക്ക് കൊണ്ടും തൂങ്ങിയിട്ടും. കാണുമ്പോൾ തന്നെ നല്ല ഒരു രസം, ഫണ്ണിയായിട്ട് നല്ല ഇത് കാണിച്ചു തന്നു. കരടികൾ, ജിറാഫ്, അങ്ങനെ എല്ലാതും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ടിപ്പു സുൽത്താൻ ഖബർസ്ഥാനിൽ പോയി. അവിടെ പോയപ്പോൾ ചെല്ലണ സമയം ബാങ്ക് കൊടുക്കുകയായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയ സമയം
അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്ത്രീകൾ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അവർ അതൊക്കെ കണ്ട് അവിടെയൊക്കെ പോയി കണ്ട് എല്ലാവരും പുറത്ത് വന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി. വേറെ ഒന്നും കാണാനൊന്നും കഴിഞ്ഞില്ല. അപ്പോഴേക്കും ടൈമായിരുന്നു, ചെക്ക് പോസ്റ്റ് അടക്കാൻ സമയമായി. സമയം അതിക്രമിച്ചുകൊണ്ട് നമ്മൾ ഡ്രൈവർമാർ പറഞ്ഞു നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം, പെട്ടെന്ന് നമ്മളങ്ങനെ പോകുന്നുണ്ട്. പാട്ടിലൂടെ ചെക്ക് പോസ്റ്റ് മൃഗങ്ങളെ കണ്ടു. രാത്രി വരുമ്പോഴാണ് മൃഗങ്ങൾ കണ്ടത്. രാത്രി വന്നപ്പോൾ മൃഗങ്ങളെ കണ്ടത്. ഞങ്ങൾ വരുമ്പോൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല, രാത്രി പോകുമ്പോൾ മൃഗങ്ങളെ കണ്ടു. എല്ലാവരും ഫാമിലിയായിട്ട് പോകാൻ